ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസം ഉണ്ടോ. വെറും പായസമല്ല, ഇന്ന് നമ്മൾ മാമ്പഴ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത മാങ്ങ ഇങ്ങനെ പൂളി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചവ്വോരി എടുക്കണം, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാലും, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കയും പഞ്ചസാരയും നെയ്യെല്ലാം വേണം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കാവേ. നമുക്കിത് രണ്ടും കൂടെ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഇത് വറുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതാട്ടോ ഞാൻ ആദ്യം വറുത്തെന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ മുന്തിരിങ്ങ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ടേ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ വറുത്ത് വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാമേ. പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് നല്ല ഉണക്ക് മൂപ്പിക്കണം, ഒരുമാതിരി കൺസിസ്റ്റൻസി ആവുന്നത് വരെ. ഇത് കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോരെ, ഇച്ചിരി കൂടെ മൂക്കണം കേട്ടോ. ഇതൊരു 3/4 വേവാകുമ്പോൾ നമുക്കിനകത്ത് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇതിനകത്ത് നല്ല ഉണക്കം അലിഞ്ഞ് ചേരണേ. ഇതായതുണ്ടോ, ഞാൻ നേരത്തെ ഒഴിച്ച പഞ്ചസാരയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഇതേപോലെ ഒരു പരുവത്തിലൊക്കെ ആവണേ. നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് പാലും അതിനാവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് പാലും തിളയ്ക്കുന്നുണ്ട്. വെന്ത ചവ്വരിക്കകത്തോട്ട് നമുക്ക് ചതച്ചിട്ട ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ചവ്വരി വേകുമ്പോഴുണ്ടല്ലോ പാത്രത്തിന് അടിക്ക് പിടിക്കരുതേ. ചവ്വരി നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് കണ്ടോ. നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച മാങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാമ്പഴം ഇട്ടപ്പോൾ ഈ കളറായിട്ടുണ്ട്. ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു മഞ്ഞ കളർ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പാലൊഴിക്കാം കേട്ടോ. ഇരുന്ന പാല് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. തീർന്നു കേട്ടോ പാല്. പായസം കുറച്ചുകൂടെ ഒന്ന് കുറുകണേ. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങാ സീസണൊക്കെ ആണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പായസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പപ്പയെടുത്താണ്ടോ കൊടുത്തിട്ടുള്ളത്. പപ്പയാകുമ്പോൾ കറക്റ്റായിട്ടെല്ലാം പറയും. അപ്പോൾ പപ്പ ടേസ്റ്റ് ചെയ്തോ? സൂപ്പർ, കൊള്ളാവോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പാറുവിനെ സപ്പോർട്ട് ചെയ്യണം.